യാക്കുൾട്ട് നിങ്ങളുടെ ദഹനവും രോഗപ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കാൻ നിങ്ങളെ സഹായിക്കുന്നു. കുടിക്കൂ യാക്കുൾട്ട് ദിവസേന. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഹൈക്കോടതിയിലാണ്. ഹൈക്കോടതിയിൽ നിന്ന് വൈപ്പിനിലേക്കുള്ള 3 ടിക്കറ്റുകളാണ് എൻ്റെ കയ്യിലുള്ളത്. ആദ്യത്തെ യാത്രയുടെ എക്സൈറ്റ്മെൻറ്റ് ആഘോഷിക്കുകയാണ്. ഈ വാട്ടർ മെട്രോയുടെ ഒരു പോക്കെന്ന് പറയുന്നത് ഭയങ്കര രസമായിട്ടാണ്. പ്രത്യേകിച്ച് ഒരു ഓളോ കുലുക്കോ ഒന്നും ഇല്ലാതെ ആഡംബര കപ്പലെങ്ങ് മൂവ് ചെയ്യുന്ന ഒരു മാതിരിയാണ് ഇതിനകത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ ടൂറിസത്തെ ഒന്ന് ഉയർത്താൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു സംവിധാനമുള്ളത് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നല്ല യാത്രയായിരുന്നു, കുഴപ്പമില്ല. ഇച്ചിരി AC-യുടെ ഒക്കെ തണുപ്പ് കുറവാന്ന് തോന്നുന്നു, ചൂടിൻ്റെ ആയിരിക്കും. പക്ഷേ കുഴപ്പമൊന്നുമില്ല, യാത്ര പിള്ളേരൊക്കെ എൻജോയ് ചെയ്തു. ആണല്ലേ? എങ്ങനെയുണ്ടായിരുന്നു യാത്ര? എങ്ങനെയുണ്ടായിരുന്നു? തീർച്ചയായിട്ടും മെട്രോ പോലെ തന്നെ ഒരു ക്ലാസ് ലുക്കാണ് ഇതിനകത്തുള്ളത്. നമുക്കിത് 100 പാക്സ് കപ്പാസിറ്റിയാണ്. അതായത് 3 ക്രൂസ് ഉണ്ടോ, ബാക്കി 97 പാസഞ്ചേഴ്സ് ആയിരിക്കും വരുന്നത്. കൊച്ചി വാട്ടർ മെട്രോ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. 2016 പണി തുടങ്ങിയ മെട്രോ നമുക്ക് തുറന്നു കിട്ടിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തതിലൂടെ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഹൈക്കോടതിയിലാണ്. ഹൈക്കോടതിയിൽ നിന്ന് വൈപ്പിനിലേക്കുള്ള 3 ടിക്കറ്റുകളാണ് എൻ്റെ കയ്യിലുള്ളത്. ആദ്യത്തെ യാത്രയുടെ എക്സൈറ്റ്മെൻറ്റ് ആഘോഷിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വന്ദേ ഭാരത് ഉദ്ഘാടനം ചെയ്തപ്പോൾ നമ്മൾ സഞ്ചരിച്ചിരുന്നത് പോലെ ഈ യാത്രയും നമുക്കൊരു വലിയ അനുഭവമാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇവിടുത്തെ ഒരു സെറ്റപ്പൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ആ രീതിയിലൊരു എന്താ പറയുക, ഫെസിലിറ്റീസ് ഇങ്ങനെയായിരിക്കും. ഇത് കാണുന്ന പോലെ തന്നെ ഒരു അപ്ലിഫ്റ്റ് ചെയ്ത ഫെസിലിറ്റീസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം നമ്മൾ വന്ദേ ഭാരതിൻ്റെ ഉദ്ഘാടനത്തിൽ കണ്ടതുപോലെ സാധാരണ നമ്മുടെ മെട്രോ സർവീസിൽ ഉള്ളതുപോലെ ഒരു സർവീസ് തന്നെയാണ്, ആ ക്വാളിറ്റിയുള്ളൊരു സർവീസാണ് ഇവിടെയും കിട്ടുക എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഒരുപാട് പേര് നീണ്ട നിരയിൽ നിൽപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഇവർ പറയുന്നതിനനുസരിച്ച്, ഇവിടുത്തെ ജീവനക്കാർ പറയുന്നതിനനുസരിച്ച് 4 ബോട്ടിലുള്ള ആൾക്കാർ കാത്തു നിൽപ്പുണ്ട്. ഹൈക്കോടതിയിൽ നിന്ന് 15 മിനിറ്റ് ഇടവിട്ടാണ് ബോട്ടെന്നാണ് അറിയാൻ കഴിയുക. അപ്പോൾ 15 മിനിറ്റിൽ വരികയും പോവുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഹൈക്കോടതിയിൽ ടിക്കറ്റ് കൗണ്ടർ ഈ രീതിയിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. നമ്മൾ വഴിയിൽ കയറി വരുമ്പോൾ തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ കാണുന്നത്. അത് അവിടം വരെ വിശാലമായ നടപ്പാതയുണ്ട്. ബാക്കി ഈ പാർക്കിംഗ് പോലെയുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ എന്തൊക്കെയാണെന്നുള്ള അവസ്ഥയെന്ന് അറിഞ്ഞുകൂടാ. കാരണം ഇവിടെ സൗകര്യങ്ങൾ ഒരുക്കുമെന്നാണ് കരുതുന്നത്. ടിക്കറ്റ് സാധാരണഗതിയിൽ നമ്മൾ ഇത് കാണിച്ചാൽ മതി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പച്ച കത്തിയിട്ടുണ്ട്, നമുക്ക് കിടന്നാൽ മതി. ഓക്കെ, അത് തട്ടിയാണ് കിടക്കേണ്ടത്. അതിന് രണ്ടുപേരും കടന്നു വരും. ഹൈക്കോടതിയിൽ നിന്ന് വൈപ്പിനിലേക്ക് യാത്ര ചെയ്യുന്ന ബോട്ടാണ്. ആ ബോട്ടിൻ്റെ സൗകര്യങ്ങളെന്ന് പറയുന്നത് നമുക്ക് ഇപ്പം അകത്തുള്ള സൗകര്യങ്ങൾ കാണാൻ പറ്റില്ല. പക്ഷെ പുറമേ നിന്ന് നോക്കുമ്പോഴത്തേക്ക് അതൊരു ആധുനിക ബോട്ടാണെന്ന് തന്നെ നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ഡിസൈനാണ്. ഇവിടെ സാധാരണ നമ്മൾ കാണാറുള്ള ഒരു ബോട്ടിലെ ഫെസിലിറ്റി അല്ല അതിനകത്ത് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് തോന്നിപ്പിക്കുന്നുണ്ട്. ഇനി അകത്ത് കയറി കാണുക എന്നുള്ളതാണ് അടുത്ത് നമ്മുടെ ഒരു ക്യൂരിയോസിറ്റി എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ ഒരു ബോട്ട് കിടക്കുന്നില്ലേ, കാണാൻ നല്ല ഭംഗിയുണ്ട് ബോട്ട്. കാരണം നമ്മളിപ്പോൾ പൊതുവിൽ ഈ നിരത്തിൽ കാണുന്ന, ഇപ്പോൾ കൊച്ചിയിൽ തന്നെ അല്ലാതെ നടത്തുന്ന സർവീസുകൾ കാണുമ്പോൾ, പിന്നെ ഇത് പുതിയ ഒരു സംവിധാനമായതുകൊണ്ട് അതിൻ്റെ ഒരു പുതുമയും കൂടെ ഉണ്ട് കേട്ടോ. പക്ഷേ വൃത്തിയുള്ള ബോട്ടുകളാണ്. അപ്പം അതെങ്ങനെയാണ് നമ്മുടെ ടൂറിസത്തെ ഒന്ന് ഉയർത്താൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു സംവിധാനമുള്ളത് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ടൂറിസം കൂടെ മനസ്സിൽ വെച്ചിട്ട് തന്നെയാണ് ഇത്തരം പദ്ധതികൾ വരിക. ഇപ്പോൾ സാധാരണക്കാർ ഇത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതനുസരിച്ചാണ് ഇതിൻ്റെ ഒരു ലാഭം നമുക്ക് കൂടെ കിട്ടുക. കാരണം ഈ സർവീസ് നല്ല രീതിയിൽ നടന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് ലാഭം. കാരണം മറ്റ് ഗതാഗത സംവിധാനങ്ങളെ അപേക്ഷിച്ച്, പ്രത്യേകിച്ച് കൊച്ചിയിലെ ഈ ഗതാഗത കുരുക്ക്, അത് വളരെ പെട്രോള് നഷ്ടപ്പെടുന്ന, ഇന്ധനം നഷ്ടപ്പെടുന്ന ഒരു സംവിധാനമാണ്. അങ്ങനെയും നമുക്ക് ലാഭമാണ്. കാരണം അത് ഇന്ധനം കത്തിപ്പോകുന്നത് നമ്മൾ പോലും അറിയില്ല. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ തടസ്സങ്ങളൊന്നുമില്ല. വൈപ്പിൽ നിന്ന് ഹൈക്കോടതിയിലേക്കൊരു ബോട്ട് വരുന്നുണ്ട്. ഈ ബോട്ടിലാണ് ശരിക്കും നമ്മൾ അടുത്ത് കയറിയിട്ട് യാത്ര ചെയ്യുന്നത്. ഇനി 1:40-നാണ് ബോട്ടുള്ളത്. അപ്പോൾ ഇതിൽ യാത്രക്കാരുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവരുടെ ഒരു എക്സൈറ്റ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം.
നല്ല യാത്രയായിരുന്നു, കുഴപ്പമില്ല. ഇച്ചിരി AC-യുടെ ഒക്കെ തണുപ്പ് കുറവാണെന്ന് തോന്നുന്നു, ചൂടിൻ്റെ ആയിരിക്കും. പക്ഷേ കുഴപ്പമൊന്നുമില്ല, യാത്ര പിള്ളേരൊക്കെ എൻജോയ് ചെയ്തു. ആണല്ലേ? എങ്ങനെയുണ്ടായിരുന്നു യാത്ര? എങ്ങനെയുണ്ടായിരുന്നു? ബോട്ടിൽ എവിടെയാ പോയേ? അത് ഒരു സ്ഥലത്താണ്, വൈപ്പിൽ. അവിടെ ഒത്തിരി നേരം സമയം സ്പെൻഡ് ചെയ്യേണ്ടി വന്നു നമ്മൾ വെയിറ്റിംഗ്. ഇവിടെ പക്ഷേ അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടറേ ഉള്ളൂ, പക്ഷേ ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ കൗണ്ടറൊക്കെ ഉണ്ട്, കൗണ്ടർ. നമ്മൾ വെയിറ്റ് ചെയ്തു, നമ്മൾ ജസ്റ്റ് അത് പോയി, ബോട്ട് മിസ്സായി. പിന്നെ നമ്മൾ 15 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഓ, അതാണ്. ബോട്ടിനകത്തെ സൗകര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. എന്താണ് അവസ്ഥ എന്നുള്ളത് നമുക്ക് അകത്ത് കയറി നോക്കാം. നമ്മൾ മെട്രോയിൽ യാത്ര ചെയ്തതുപോലൊരു ക്ലാസ് യാത്രയാണോ എന്നുള്ളത് തീർച്ചയായിട്ടും മെട്രോ പോലെ തന്നെ ഒരു ക്ലാസ് ലുക്കാണ് ഇതിനകത്തുള്ളത്. എത്ര സീറ്റുകളാണ് മൊത്തം വരുന്നത് എന്നുള്ളത്, ഒരു സമയം എത്ര പേർക്കാണ് യാത്ര ചെയ്യാൻ കഴിയാന്നുള്ളത് അറിയില്ല. പക്ഷേ അടിപൊളിയാണ്. അസിസ്റ്റന്റ് മാസ്റ്റർ ആയിട്ടുള്ള ഗ്ലാഡ്വിൻ നമുക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു തരും. ചിലപ്പോൾ ഇത് എത്ര പേർക്ക് സഞ്ചരിക്കാൻ പറ്റും? നമുക്കിത് 100 പാക്സ് കപ്പാസിറ്റിയാണ്. അതായത് 3 ക്രൂസ് ഉണ്ടാവും, ബാക്കി 97 പാസഞ്ചേഴ്സ് ആയിരിക്കും വരുന്നത്. അതിൽ തന്നെ 50 സിറ്റിങ്ങും ബാക്കിയുള്ളത് സ്റ്റാൻഡിങ് വരും. ഓ, അങ്ങനെയാണ് വരുന്നത്. എത്ര പേർക്ക് മാത്രമേ ടിക്കറ്റ് കൊടുക്കുള്ളൂ? അതെ, ഒരു സമയം. അത് സേഫ്റ്റി കൺസേൺ ആയതുകൊണ്ടാണ് അത്രയും പേർക്ക് മാത്രം. ഇത് കാരണം കപ്പാസിറ്റിയിൽ കൂടുതൽ നമുക്ക് അലൗ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇതിനകത്തൊരു ചെറിയ കൂളിംഗ് ആണുള്ളത്. അത് ഇനി കൂടുതലായിട്ടുള്ള ഇത് എന്തെങ്കിലും പ്രശ്നമാണോ? അതെ, അല്ല, ഇത് കൂളിംഗ് ഇപ്പോൾ കൺട്രോൾ ചെയ്തിട്ട് എങ്ങനെയാണ് പാച്ചസ് കയറുന്നതോറും കൂളിംഗ്, അതായത് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം, വീൽ ഹൗസിൽ നിന്ന് തന്നെ എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാം. സോ അതനുസരിച്ച് ആൾക്കാരുടെ എണ്ണം അനുസരിച്ച് അത് കൂളിംഗ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. സീറ്റിംഗ് ഫെസിലിറ്റീസ് കാണുമ്പോൾ ഭയങ്കര ലെഗ് സ്പേസ് ഒക്കെ കൊടുത്ത് തന്നെയാണ് സീറ്റിംഗ് ഫെസിലിറ്റി ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ ലൈഫ് ജാക്കറ്റ്സ് വെച്ചിട്ടുണ്ട്. ലൈഫ് ജാക്കറ്റ്സ് എങ്ങനെയാണ് നമുക്കിടേണ്ടതെന്നൊക്കെ ഉള്ളത് ഇതിനകത്ത് അതിൻ്റെ നിർദ്ദേശങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ സീറ്റ് എന്ന് പറയുന്നത് ഇനിയും ഒരുപാട് കാല് നീട്ടിയിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സീറ്റ് തന്നെയാണ്. നമുക്ക് ഇപ്പോൾ ഗതാഗത സൗകര്യത്തെ മെച്ചപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിലും സത്യത്തിൽ ഇത് ടൂറിസം സാധ്യതയും കൂടെ ഉപയോഗിക്കത്തക്ക രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. വിദേശികൾ ഉൾപ്പെടെയുള്ളവർ ഇതിനകത്ത് കയറി യാത്ര ചെയ്യുമ്പോൾ അവർക്ക് വേണ്ട ഒരു കംഫർട്ട്നെസ് കൂടെ, ഇല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന ഒരു കംഫർട്ട്നെസ് കൂടെ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. സാധാരണ രീതിയിൽ മെട്രോയിൽ കാണുമ്പോൾ തന്നെ USB പോർട്ട്സ് നമ്മുടെ സീറ്റിൻ്റെ അടുത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ സീറ്റിൻ്റെ അടിയിലാണ് ലൈഫ് ജാക്കറ്റ്സ് വെച്ചിരിക്കുന്നത്. ഇതിങ്ങനെ അഴിച്ചെടുക്കാൻ പാകത്തിന്, വളരെ എളുപ്പത്തിൽ അഴിക്കാൻ പാകത്തിനാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് എങ്ങനെയാണ് ധരിക്കേണ്ടതെന്നുള്ളത് ഈ വണ്ടിയിൽ കയറിയാൽ മുതൽ ആ സ്ക്രീനിൽ കാണിക്കും. ലൈഫ് ജാക്കറ്റ്സ് എങ്ങനെയാണ് ധരിക്കേണ്ടതെന്നുള്ളത് സ്ക്രീനിൽ കാണിക്കും. അതൊക്കെ നമുക്ക് സാധാരണ എപ്പോഴും അനൗൺസ്മെൻറ്റ്സ് അതിനകത്ത് ഇൻഫർമേഷൻ വന്നുകൊണ്ടേയിരിക്കും. ഇതിപ്പോൾ നമ്മൾ സാധാരണ മെട്രോയിൽ കയറുന്ന സമയത്ത് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ട കാര്യമില്ല. ഈ വാട്ടർ മെട്രോയിൽ ചെറിയ സംവിധാനമാണ്, 100 പേർക്ക് ഇരിക്കാവുന്നൊരു സംവിധാനമാണ്. അപ്പോൾ 100 പേർക്ക് ഇരിക്കാൻ പറ്റില്ല കേട്ടോ. 100 പാസഞ്ചേഴ്സ് എന്ന് വെച്ചാൽ ക്രൂവും കൂടെ ഉൾപ്പെടെ 100 പേര്, 97 യാത്രക്കാർക്ക് കയറാം. ഇതിനകത്ത് ഇപ്പോൾ കൂളിംഗ് എന്ന് പറയുന്നത് കുറവില്ലാത്തൊരു സംഗതിയാണ്. ഇപ്പോൾ നന്നായിട്ട് കൂളാവുന്നുണ്ട്. ഇനി യാത്രക്കാരൂടെ വരുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഹ്യൂമിഡിറ്റി മാറുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. എല്ലാവരും പുതിയൊരു യാത്രയുടെ ഹാപ്പിനെസ്സാണ്. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഒരു ടൂറിസം സാധ്യതയായിട്ടൂടെ കാണുന്നതുകൊണ്ട് എല്ലാവരും ആവേശത്തോടു കൂടിയാണ് അകത്തേക്ക് കയറി വരുന്നത്. അത് ആദ്യ യാത്രകളിൽ ഇത്തരമൊരു കൗതുകം നമുക്കുണ്ടാവും. പ്രത്യേകിച്ച് ബോട്ടിൽ യാത്ര ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഭയങ്കര രസമായിട്ടായിരിക്കും യാത്രയ്ക്ക് ഒരുങ്ങി വരുന്നത്. കുറേ നേരം കാത്തു നിന്നിട്ടാണ് കയറി പറ്റിയത്. ഇതിനകത്ത് കയറുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. സാധാരണ മെട്രോയിൽ കയറിയിട്ടുണ്ടാവും? ഇല്ല. അപ്പൊ ആദ്യമായിട്ടാണ് മെട്രോ എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിക്കുന്നത്. അത് വാട്ടർ മെട്രോ തന്നെ ആയി. എങ്ങനെയുണ്ട്? പറയാം, സന്തോഷം പറ, ഞാനല്ലേ സംസാരിക്കുന്നത്. പറയൂ, സന്തോഷമായോ? എങ്ങനെയുണ്ട് കയറി പറ്റിയപ്പോൾ? കയറാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടായാലും കയറുമ്പോൾ വളരെ നല്ല അനുഭവമാണ്. സർക്കാരിന് ഇത്രയും നല്ലൊരു എന്താ പറയുക, ഈ ഒരു സംരംഭം കൊണ്ടുവന്ന് വളരെയധികം നല്ല കാര്യമാണ്. സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഉപകാരപ്പെടുന്നൊരു യാത്രയാണ്. ഇത്രയല്ലേ ഉള്ളൂ, ചെറിയ ചാർജിൽ ഇത്രയും ദൂരം ഇത്രയും സൗകര്യത്തിൽ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു നല്ലൊരു കാര്യമാണ് സർക്കാർ ചെയ്തത്. അതിന് സർക്കാർ ബിഗ് സല്യൂട്ട്. 20 രൂപയ്ക്ക് AC-യിൽ നമുക്ക് ഒരു ടൂറിസം സ്വപ്നം കാണാൻ പറ്റുമോ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം? ഇത്രയും നല്ല സൗകര്യത്തിൽ 20 രൂപയ്ക്ക് നമുക്ക് പോകാമെന്ന് പറയാൻ തന്നെ വലിയൊരു കാര്യമാണ്. പിന്നെ സാങ്കേതിക ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ട് അതൊക്കെ നമ്മൾ ആ രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഈ സംരംഭം പൂർണ്ണമായി പ്രോത്സാഹിപ്പിക്കുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഈ ഡിലേയുടെ ഒരു പ്രശ്നമുണ്ട്, തുടക്കത്തിന്റെ ആയിരിക്കാം, സ്വാഭാവികമല്ല. അതൊക്കെ നമ്മൾ ഉൾക്കൊണ്ടിട്ട് അനുസരിച്ച് ചെയ്യണമല്ലോ, അത് വിജയിപ്പിക്കേണ്ടല്ലോ, നമുക്ക് കൂട്ടിക്കെട്ടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ആയിട്ട് നമുക്ക് കണ്ടാൽ മതി, അല്ലാണ്ട് വേറൊന്നുമല്ല, അത് മാത്രം കണ്ടാൽ മതി. ഇതിപ്പോൾ നമ്മുടെ ഒരു ചെറിയ തുകയ്ക്ക് ഒരു ടൂറിസം സാധ്യതയും കൂടെയാണ്. അതിനെ പറ്റിയിട്ട് പറയും.
നമ്മൾ യാത്ര തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് അറിയത്തില്ല, പക്ഷേ വളരെയധികം കേട്ടിരിക്കുന്നു. പിന്നെ ആപ്പാട് വന്ന ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെ കുറച്ച് അവിടെയുള്ള ക്രമീകരണങ്ങളിൽ അല്പം കുറവുള്ളതായിട്ട് തോന്നും. കുറേ നേരം നമ്മളവിടെ നിർത്തിയെടുക്കുക, അങ്ങനെയുള്ള ഒരു സംഭവമുണ്ട്. അത് ആദ്യത്തെ ഒരു ഡിലേ ആയിരിക്കും അല്ലേ? ആദ്യത്താണെന്ന് അറിയത്തില്ല, പക്ഷേ നമ്മൾ വന്ന ഫസ്റ്റ് ടൈമുള്ള നമ്മുടെ എക്സ്പീരിയൻസ് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണ്. ആ ഒരു തോന്നലാത്ത അങ്ങനെ കുറേ ഉണ്ടായതാ ക്രമീകരണങ്ങൾ. പിന്നെ ബാക്കി നല്ലതായിരിക്കും. കുറച്ച് ആൾക്കാരെയും കൂടി ഇങ്ങനെ നിർത്തുന്ന സംഭവങ്ങളൊന്നും ഒഴിവാക്കിയിട്ട് അവരെയും കൂടെ നല്ലതുപോലെ ഒരു നേരത്തെ ടൂറിസം എന്ന് പറഞ്ഞ മേഖലയിലാണെങ്കിൽ അവരെയും കൂടെ ഒന്ന് കംഫർട്ടബിൾ എത്തിക്കൊണ്ടുപോയാൽ ഏറ്റവും നല്ലതായിരിക്കും. അല്ലാതെ 100 പേർക്കാണ് ഇപ്പോൾ അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ പകുതി പേർക്ക് ഇരിക്കാമെന്നുള്ളതാണ് അവരുടെ കോൺസെപ്റ്റ്. അങ്ങനെയാണ് തുടക്കമല്ലേ, പരാതികളെല്ലാം മാറി നല്ല രീതിയിലാവും. നല്ലൊരു മേഖലയിൽ ടൂറിസം മേഖലയ്ക്ക് നല്ലൊരു മുതൽക്കൂട്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും നമ്മളിത് എൻജോയ് ചെയ്യുന്നു. ഇതിൻ്റെ കൂളിങ്ങും ഒക്കെ എങ്ങനെയുണ്ട്? 20 രൂപയ്ക്ക് കൊച്ചി എന്താണെന്ന് കണ്ടുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് വലിയൊരു രസം. കാരണം ഇതൊരു സാധാരണ യാത്രയ്ക്കും നമ്മുടെ കൊച്ചിയുടെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാനും ജലഗതാഗതത്തിൻ്റെ ഒരു ചെലവ് കുറവ് അനുഭവിക്കാനും വേണ്ടിയിട്ടാണ് തുടങ്ങിയിരിക്കെങ്കിലും ഇതിനകത്തൊരു സൈമൾട്ടേനിയസ് ആയിട്ട് തന്നെ ഈ ടൂറിസം സാധ്യതയും കൂടെ ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം നമുക്ക് ഇത് പുറത്തു നിന്ന് കാണാൻ പറ്റുന്ന കാഴ്ചകളല്ല. കൊച്ചിയിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ യാത്ര ചെയ്യുന്ന പാലങ്ങളും മറ്റുമൊക്കെ അത് ഈ വെള്ളത്തിൽ നിന്ന് എങ്ങനെയാണ് നോക്കിക്കാണാൻ പറ്റുക, അല്ലെങ്കിൽ ഭയങ്കര രസമായിട്ട് എങ്ങനെയാണ് നോക്കിക്കാണാൻ കഴിയുക. പിന്നെ നമ്മൾ ചില സിനിമകളിലൊക്കെ മാത്രമാണ് ഇത്തരം കാഴ്ചകളൊക്കെ കാണുക. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ അല്ലാത്ത ജങ്കാർ പോലെയുള്ള സർവീസുകളിലായിരുന്നു. ജങ്കാറൊക്കെ ഒരുപക്ഷെ ഒരു കാലത്തിനനുസരിച്ച് മാറ്റം വരാത്തതുകൊണ്ട് തന്നെ പലരും ആ സൗകര്യങ്ങളേക്ക് ഉപയോഗിക്കാത്തൊരവസ്ഥയിൽ കൂടെ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ അതുകൂടെ തിരിച്ചു വരാൻ, അത് അത്തരം യാത്ര ചെയ്യുന്നവർ കൂടെ തിരിച്ചു വരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് ശരിക്കും ബോൾഗാട്ടി പാലസ് ആണ്. ബോൾഗാട്ടി പാലസിൻ്റെ സൈഡിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ചില ടൂറിസം ബോട്ടുകളൊക്കെ ഇതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ടൂറിസ്റ്റുകളെ കൊണ്ട് പോകാറുണ്ട്. അപ്പോഴാണ് സർക്കാരിൻ്റെ ഒരു സർവീസ് ഇപ്പോൾ ഇതിനകത്തൂടെ കടന്നു പോകുന്നത്. ഇതൊക്കെ വിവരിക്കുന്ന തരത്തിലേക്ക് ഈ വാട്ടർ മെട്രോ മാർഗ്ഗം കൂടെ ചെയ്യുമ്പോൾ ടൂറിസം സാധ്യത കുറച്ചുകൂടെ ഉയരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഗോശ്രീ പാലത്തിലൂടെ പാലത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന ബോട്ടുകളും ചെറിയ സർവീസ് ബോട്ടുകൾ, ജങ്കാറുകളൊക്കെ കാണാറില്ലേ? അതിനകത്തൊക്കെ നിന്ന് നമ്മൾ തിരിച്ച് ഗോശ്രീ പാലത്തിലേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ അത്തരം സംവിധാനങ്ങളിൽ കുറച്ച് കുലുക്കവും സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ വാട്ടർ മെട്രോയുടെ ഒരു പോക്കെന്ന് പറയുന്നത് ഭയങ്കര രസമായിട്ടാണ്. പ്രത്യേകിച്ച് ഒരു ഓളോ കുലുക്കോ ഒന്നും ഇല്ലാതെ ഒരു ആഡംബര കപ്പലെങ്ങ് മൂവ് ചെയ്യുന്ന ഒരു മാതിരിയാണ് ഇതിനകത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിനകത്ത് രസം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു AC ബോട്ടിലാണ് അല്ലെങ്കിൽ ഒരു കപ്പലിനകത്ത് യാത്ര ചെയ്യുന്ന മാതിരിയുള്ളൊരു ഫീൽ ഉണ്ടാക്കുമ്പോഴും 20 രൂപയ്ക്കാണ് നമ്മൾ വൈപ്പിൻ വരെ, ഹൈക്കോടതിയിൽ നിന്ന് വൈപ്പിൻ വരെ യാത്ര ചെയ്യുന്നത്. അത്തരം ഒരു ചെറിയ തുകയിൽ നമുക്ക് ഈ സംവിധാനം ഇത് ഇങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയാണെങ്കിൽ, ഇപ്പോൾ ചാർജിൻ്റെ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയാണെങ്കിൽ ഒരുപക്ഷെ അതിൻ്റെ ഒരു കൊമേഴ്സ്യൽ വൈബിലിറ്റി മാത്രമല്ല അതിനകത്ത്, അതൊരു ടൂറിസത്തെ തന്നെ ഉയർത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഒരുപക്ഷെ അത്തരത്തിലുള്ളൊരു സാധ്യത കൂടിയാണ് ഇതിനകത്ത് നമ്മൾ അന്വേഷിക്കുന്നത്. ഈ കാഴ്ചകളിലൊക്കെ ശരിക്കും നമ്മൾ കുഞ്ഞു കുഞ്ഞു ഷിപ്പുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ബോട്ടുകൾ ഇങ്ങനെ സൈഡിലൂടെയൊക്കെ പോകുന്നത് ഒരു ബോട്ടിൽ യാത്ര ചെയ്തിട്ടില്ലാത്തവർക്കൊരു അനുഭവമാണ്. പക്ഷേ കൊച്ചിയിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഷിപ്പ് കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. അതിപ്പോൾ നമ്മൾ പുറത്ത് നിന്നിട്ട് കാണുമ്പോൾ അല്ല, ഇപ്പോൾ സുഭാഷ് പാർക്കിലൊക്കെ നിന്നിട്ട് നമ്മൾ ഷിപ്പ് കാണുന്ന ഒരു അവസ്ഥയല്ല ഈ ഉള്ളിലേക്ക് വന്നിട്ട് നമ്മൾ വെള്ളത്തിൽ നിന്നിട്ട് നമുക്ക് ഇത്രയും അടുത്തൊക്കെ കാണാൻ പറ്റുന്നൊരു അവസ്ഥ ഉണ്ടാവുക എന്ന് പറയുന്നത്. നമ്മുടെ ബോൾഗാട്ടിയുടെ ഇപ്പുറത്തുള്ള കണ്ടെയ്നർ യാർഡാണ് ഈ കാണുന്നത്. നമ്മൾ പുറത്തു നിന്ന് മാത്രമാണ് ഈ കണ്ടെയ്നർ യാർഡ് ഇങ്ങനെ ദൂരെ നിന്ന് കണ്ടിട്ടുള്ളത്. ഈ സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് കാണാമെന്നുള്ളതാണ്. ഇത് കാഴ്ചക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു സംവിധാനവും കൂടെ ഉണ്ടാവുകയാണെങ്കിൽ ഒരുപക്ഷെ സാധാരണ ഇവിടെ നിന്ന് കടന്നു പോകുന്ന പ്രൈവറ്റ് ബോട്ടുകളിൽ, ചെറിയ വിനോദസഞ്ചാര യൂണിറ്റുകൾ പോകുന്ന ആ ബോട്ടുകളിൽ പരിചയപ്പെടുത്തുന്നത് പോലെ ഓരോ കൊച്ചിയുടെ കാഴ്ചകളും ഈ അനൗൺസ്മെൻറ്റ് വഴിയൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഇപ്പോൾ നമ്മുടെ സാധാരണ മെട്രോ യാത്രയിൽ ഓരോ സ്ഥലം എത്തുമ്പോൾ അവിടെ എന്താണുള്ളത്, റെയിൽവേ സ്റ്റേഷൻ എത്തുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോകേണ്ട യാത്രക്കാർ ഇവിടെ ഇറങ്ങുക എന്ന് പറയുമ്പോൾ ഈ സൈഡിൽ കാണുന്ന സംവിധാനം ഇതാണ്, കൊച്ചിയുടെ ഇന്ന സ്ഥലമാണ് എന്നൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനവും കൂടെ ഉണ്ടെങ്കിൽ ഇത് ഒരു
പുതിയൊരു ഒരു കാൽവയ്പായിരിക്കും. ഇല്ലെങ്കിൽ മറ്റ് ജില്ലക്കാർ കൊച്ചിയിലേക്ക് വരുമ്പോൾ അവർക്ക് ഈ കൗതുകങ്ങളൊക്കെ എന്താണ് അവിടെ കാണുന്നതെന്നൊക്കെ അറിയാനും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സൂപ്പർ സക്സസ് ആവും. ഇത് നമ്മളിപ്പോൾ നേവൽ ബേസിൻ്റെ ഷിപ്പാണ് കാണുന്നത്. അത് എനിക്ക് തോന്നുന്നു ഇത്തരത്തിലൊക്കെ ഈ ഇൻഫർമേഷൻ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന രീതിയിലുള്ളൊരു സംവിധാനം കൂടെ ഉണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ ആസ്വാദ്യകരമാവും. ഈ യാത്ര ഒരു ടൂറിസം തന്നെ നമുക്ക് ലക്ഷ്യമിടാൻ പറ്റും. ഇപ്പം നമ്മൾ അങ്ങനെയല്ല ഇതിനെ എടുത്തിരിക്കുന്നത്, ഒരു ഗതാഗത സംവിധാനം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇതിനെ കാണുന്നത്. പക്ഷെ അതിലുപരി ചിലത് കൂടെ നടക്കുമെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് തന്നെ യാത്ര ചെയ്യുന്നവരൊക്കെ ഇത് സൗകര്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നവരാണ്. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൊച്ചിയെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ നമുക്ക് മറ്റു ജില്ലക്കാർക്കും ഈ ജില്ലക്കാർക്ക് തന്നെ വളരെ രസകരമായി മനസ്സിലാക്കാൻ പറ്റും. ഒരു കുഞ്ഞു കപ്പൽ പാസ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ആഴം കൂട്ടുന്നതും അങ്ങനെയുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഇതാണെന്ന് തോന്നണോ, ഒരു യാത്രാ കപ്പലല്ല അത്. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ പറയുന്നത് പോലെ, മുമ്പ് പറഞ്ഞതുപോലെ അത്തരം ഇൻഫർമേഷൻ കൊടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ യാത്രക്കാരത് ആസ്വദിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു ഗൈഡോ ഇല്ലെങ്കിൽ മെട്രോയിലുള്ള സംവിധാനം പോലെ ഓരോ സ്റ്റോപ്പ് എത്തുമ്പോൾ നമ്മൾ ആ സ്റ്റോപ്പിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട്, ഇന്ന സ്ഥലത്തേക്ക് നമുക്ക് ഇവിടെ ഇറങ്ങിയാൽ പോകാം, റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ളൊരു സംവിധാനം കൂടെ വേണമായിരുന്നു എന്ന് തോന്നുന്നു. 20 മിനിറ്റ് പിന്നിട്ട് വൈപ്പിലേക്ക് എത്തുകയാണ്. വൈപ്പിൽ ബോട്ട് എടുക്കുമ്പോൾ 20 മിനിറ്റുള്ള ആ യാത്രയുടെ ഒരു സന്തോഷം എല്ലാവരുടെയും മുഖത്തും ഉണ്ടാവാം. ഇതൊരു ടൂറിസം പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കപ്പെടുന്നില്ലെങ്കിൽ പോലും ആ തരത്തിലാണ് ഇന്ന് ഇതിനകത്ത് കയറിയിട്ടുള്ളവരൊക്കെ കയറിയിട്ടുള്ളത്. കാരണം ആദ്യത്തെ ഒരു കൗതുകത്തിലാണ് ഇവരൊക്കെ ഈ അവധിയില്ലാത്ത ഈ വർക്കിംഗ് ഡേയിലും ഇതിനകത്തേക്ക് വന്നതെന്ന് മനസ്സിലാക്കുന്നുണ്ട്. യാത്രയെക്കുറിച്ച് പറയൂ. അടിപൊളിയായിരുന്നു. നമ്മുടെ ടൂറിസം മേഖലയിൽ നല്ലൊരു മാറ്റം ഉണ്ടാവും. പക്ഷേ എല്ലാ പുതിയ ഇതുപോലെ തന്നെ പുതുമോടിയിൽ അടഞ്ഞു പോകാതിരിക്കുന്ന ഒരു സമീപനം ഇതിൻ്റെ നടത്തിപ്പുകാർ സ്വീകരിച്ചാൽ ഭാവിയിൽ നമ്മുടെ കൊച്ചിക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും. എങ്ങനെയുണ്ടായിരുന്നു യാത്ര? കൊള്ളായിരുന്നോ? കൊള്ളാമോ? ഇഷ്ടപ്പെട്ടാ? ഇതൊരു സാധാരണ ഗതാഗത സൗകര്യമായിട്ടാണ് നമ്മൾ നോക്കിക്കാണുന്നത്. പക്ഷേ ഇതിനകത്തേക്ക് കടക്കുന്നവരൊക്കെ ഒരു ടൂറിസം പ്രൊമോഷൻ്റെ സാധ്യത കൂടി പരിഗണിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് സാധാരണ മെട്രോയിൽ നമ്മൾ ഇറങ്ങുന്ന സമയത്തൊക്കെ ഇന്ന സ്ഥലത്ത് എത്തിയെന്നൊക്കെ പറയും പോലെ ഈ ബോട്ട് കടന്നു പോകുന്നത് വൈപ്പിലേക്ക് പോകുമ്പോൾ നമ്മൾ ബോൾഗാട്ടി പാലസും നേവൽ ബേസും ഒക്കെ കാണുമ്പോൾ ഇതൊക്കെ എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു സംവിധാനം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നാണ് ചിലരൊക്കെ അഭിപ്രായപ്പെടുന്നത്. അതായത് സാധാരണക്കാർ തന്നെ ഈ ചെറിയ തുകയ്ക്ക് ഒരു ടൂറിസം സാധ്യതയും കൂടെ മുന്നിൽ കാണുന്നു എന്നുള്ളതാണ്. അതൊരു പക്ഷേ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഈ മെട്രോ എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ തുടങ്ങിയത് അതിന് 2 തരത്തിലുള്ള ഗുണം ഉണ്ടാകുമ്പോൾ അത് മുന്നോട്ട് പോകാനുള്ളൊരു സാധ്യതയാണ് കാണിക്കുന്നത്. അത്തരത്തിൽ ഇതിനെ കൂടെ കുറച്ചുകൂടെ അപ്ഡേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ നന്നായിരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. യാക്കുൾട്ട് നിങ്ങളുടെ ദഹനവും രോഗപ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കാൻ നിങ്ങളെ സഹായിക്കുന്നു. കുടിക്കൂ യാക്കുൾട്ട് ദിവസേന.